സാധാരണയായി നമ്മൾ വീട് വെക്കാൻ നേരത്ത് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് അല്ലേ? അതിലൊരു പ്രധാന കാര്യങ്ങളൊന്നാണ് വീടിന് സ്ഥലം മേടിക്കാൻ നേരത്ത്. ഈ സ്ഥലം മേടിക്കാൻ കുറേ ഡോക്യുമെൻറ്റുകളൊക്കെ ആവശ്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഏതൊക്കെ ഡോക്യുമെൻ്റാണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് പലർക്കും അത് അറിയണ്ടാവില്ല. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിലൊരു വീട് വെക്കാൻ നേരത്തെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട്. ഇപ്പോൾ CRZ പോലുള്ള റെഗുലേഷൻസ്, ചിലത് ഗ്രീൻ സോൺ ആയിരിക്കും, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഹാഷിമാണ്. ഹാഷിം ഇതിൻ്റെ ഒരു എക്സ്പേർട്ടാണ്. നമസ്കാരം ഹാഷിമേ. നമസ്കാരം. യെസ്, ഹാഷിം ഇതിൻ്റെ ഒരു എക്സ്പേർട്ടാണ്. കാരണം കുറേ നാളുകളായിട്ട് പുള്ളി ലൈസൻ വർക്ക്സാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു കാര്യത്തിന് ലൈസൻ വർക്ക്സ് എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത് കേട്ടോ. കാരണം പഞ്ചായത്ത് ഡോക്യുമെൻ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നത് ഇതിൻ്റെ അണ്ടറിലാണ്. ഹാഷിമേ, ഒന്ന് ഇതിനെക്കുറിച്ചൊരു, ഇപ്പോൾ സാധാരണ നമ്മളൊരു ലാൻഡ് മേടിക്കാൻ നേരത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് നമുക്ക് ആവശ്യം ഉണ്ടാവുക? നമ്മളൊരു ലാൻഡ് വാങ്ങാൻ നേരത്തെ സാധാരണഗതിയിൽ ആളുകൾ നോക്കുന്ന വെച്ചാൽ ആ ലാൻഡ് കണ്ടു, അത് ഇഷ്ടപ്പെട്ട ഉടനെ തന്നെ ഞാനത് താല്പര്യപ്പെട്ട് വാങ്ങുക, പോകുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ആ താല്പര്യം അദ്ദേഹത്തിന് ഒരു സ്വപ്നമായിരിക്കും. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് ആ ലാൻഡ് അദ്ദേഹത്തിന് ഉതകുന്നതാണോ എന്നറിയുന്നത് വളരെ പിന്നീടായിരിക്കും. ചിലപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് വരെയാണ് ചിലപ്പോൾ അറിയാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ ഒരാളൊരു ലാൻഡ് വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ അതിൻ്റെ ആധാരം, കൈവശ സർട്ടിഫിക്കറ്റ്, ലാൻഡ് ടാക്സ് റെസിപ്റ്റ്, ഈ 3 ഡോക്യുമെൻ്റ് ആയിരിക്കും എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുള്ളൂ. ഇതെല്ലാവരും നോക്കും. ഇത് നോക്കിയതിന് ശേഷം ഇത് കമ്പയർ ചെയ്യും, ഓക്കെ പറയും. പക്ഷേ ഒരു ലാൻഡ് വാങ്ങുമ്പോൾ ആ ലാൻഡിൻ്റെ വിസ്തീർണത്തിനനുസരിച്ചിട്ടാണോ ഈ ആധാരത്തിലുള്ള അളവ്, ആ ആധാരത്തിലുള്ള അളവും ഈ വിസ്തീർണവും തമ്മിലുള്ള ഏരിയയ്ക്ക് അവർ വില്ലേജിൽ കരമടയ്ക്കുന്നുണ്ടോ, ഇതെല്ലാം നോക്കത്തില്ല. അത് നോക്കി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുന്നാധാരങ്ങളും അതിന് മറ്റു രേഖകളും പരിശോധിച്ച് അതിന് യാതൊരുവിധ ജപ്തി, ബാധ്യത, പണയ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാണ് നമ്മൾ ഒരു പ്രോപ്പർട്ടി വാങ്ങാവുള്ളൂ. നമ്മൾ പറയുവാണെങ്കിൽ മിക്കവാറും ഇതിന് ശേഷം ഒരു ഹൗസിംഗ് ലോൺ എടുക്കുന്നവരായിരിക്കും. ഈ ഹൗസിംഗ് ലോൺ എടുക്കുമ്പോൾ ലാൻഡിന്റെ ടൈറ്റിലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിട്ടില്ല. അപ്പൊ നമ്മൾ ലാൻഡ് വാങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ വാങ്ങാൻ ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ അഡ്വാൻസ് കൊടുത്തതിന് ശേഷം അതിന്റെ എല്ലാവിധ ഡോക്യുമെന്റ്സും കളക്ട് ചെയ്ത് ബാങ്കിന്റെ ലീഗൽ അഡ്വൈസർമാരായിട്ടുള്ള പാനൽ അഡ്വക്കേറ്റ്സ് ഉണ്ടാവും, അവർക്ക് ഇത് സെറ്റ് കൊടുത്ത് അവർ അപ്രൂവ് ചെയ്ത് ഒരു ലാൻഡ് മാത്രമാണ് നമ്മൾ വാങ്ങാവുള്ളൂ. ഹാഷിം, അതുപോലെ തന്നെ ഒരു പ്രധാന കാര്യങ്ങളൊന്നാണ് വീട് വെക്കാൻ പോകാൻ നേരത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? ഈ പെർമിഷൻ സംബന്ധമായിട്ട്, അല്ലെങ്കിൽ വീട് ഇരിക്കുന്ന സോൺ ഏതാണ്, ഇതെല്ലാം. ശരിക്കും വീട് വെക്കാൻ പോകുന്ന, അതായത് നമുക്ക് സ്ഥലമൊക്കെ ഉണ്ട്, നമ്മളൊരു വീട് വെക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീട് വെക്കാൻ പോകുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഒരു വീട് വെക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഒരു വ്യക്തി ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഒരു ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ഒരു പ്ലാൻ വരയ്ക്കുന്ന ആളെ സമീപിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിലുള്ള കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്യുന്നു, ഒരു പ്ലാൻ വരയ്ക്കുന്നു, സബ്മിഷന് പോകുന്നു. ഈ ഒരു പ്രൊസീജിയറാണ് എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഒരു ചെറിയ വീട് വയ്ക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഇത്രയും മതിയാവും. പക്ഷേ നമ്മളിന്നിപ്പോൾ കേരളത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെറിയ വീട് എന്നുള്ള കൺസെപ്റ്റ് മാറിയിട്ട് 5000, 6000, 7000 സ്ക്വയർ ഫീറ്റുള്ള വലിയ വലിയ കെട്ടിടങ്ങളാണ് പണിയുന്നത്. അങ്ങനെ നമ്മൾ പണിയുമ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെയുള്ള ലാൻഡ് വെറ്റ്ലാൻഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ഈ പ്ലാൻ ഡിസൈൻ ചെയ്യാൻ. കാരണം ഇപ്പോൾ വെറ്റ്ലാൻഡ് ആണെങ്കിൽ തന്നെയും ചെറിയ വീടുകൾ വയ്ക്കാനുള്ള അനുമതിയുണ്ട്. ആ അനുമതിയിൽ തന്നെ വലിയ വീടുകൾ വയ്ക്കാമെന്നുള്ള ധാരണയിൽ പലരും ചെയ്യുകയും അത് പിന്നീട് നമ്പർ കിട്ടാതെ അൺഓതറൈസ്ഡ് ബിൽഡിംഗ് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു വലിയ വീടിൻ്റെ കൺസെപ്റ്റിലോട്ട് പോകുന്ന ഒരാൾ നമുക്ക് ഈ ഡോക്യുമെൻ്റ് പരിശോധിക്കുന്നതിനൊപ്പം തന്നെ അതാത് ടൗണുകളിൽ അല്ലെങ്കിൽ സിറ്റികൾക്കൊക്കെ ഓരോ മാസ്റ്റർ പ്ലാനുകളും നിർമ്മാണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഒരു പ്ലാനുകളൊക്കെ ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പല മാസ്റ്റർ പ്ലാനുകൾ പലതും കേട്ടിട്ടുണ്ടാവും. എന്താണ്, ഒരു അഗ്രികൾച്ചർ സോൺ, അല്ലെങ്കിൽ ഗ്രീൻ സോൺ, ഹെറിറ്റേജ് സോൺ, പബ്ലിക് സോൺ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇവിടെ ഒന്നും നമുക്ക് ഒരു വീട് വയ്ക്കുന്നതിന് മറ്റ് സ്ഥലങ്ങളിൽ ചെയ്യുന്നത് പോലെയുള്ള റിലാക്സേഷൻ ഇല്ല. അപ്പോൾ അതിൻ്റെ നിയന്ത്രണങ്ങൾ നമ്മൾ മനസ്സിലാക്കാതാണ് നമ്മളിതെല്ലാം ചെയ്യുന്നതെങ്കിൽ ഇദ്ദേഹം ഈ ആർക്കിടെക്റ്റിന് കൊടുക്കുന്ന ഫീസ്, ഇവരുടെ ടൈം, ഇവർ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം വേസ്റ്റാവും. അപ്പോൾ അതെല്ലാം നമ്മൾ പരിശോധിച്ചിട്ട് വേണം ഒരു വീടിന് വേണ്ടിയിട്ട് പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ആർക്കിടെക്റ്റുമായി ഷെയർ ചെയ്യുന്നതിന് മുന്നേ
ഇവർക്ക് ഡയറക്റ്റ് പോയി സംസാരിക്കാനുള്ള അവസരങ്ങളുണ്ട്. കാരണം എല്ലാ അതോറിറ്റികളിലും ഒരു ദിവസത്തിൽ ഓരോ ബുധനാഴ്ചകളിലാണെന്ന് തോന്നുന്നു ഇവിടെ ടൗൺ പ്ലാനിങ്ങിലൊക്കെ. ഇതൊക്കെ നമുക്ക് ഈ സർവേ നമ്പറുമായി ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് വെരിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം അവർ ഒരു പ്ലാൻ തയ്യാറാക്കാനായിട്ട് ഒരു ആർക്കിടെക്റ്റിനെ സമീപിക്കാൻ. കാരണം ആർക്കിടെക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ഡിസൈനിങ്ങിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അവർ അപ്രൂവലിലേക്കുള്ള ഫോക്കസിങ് ഇല്ല എന്നല്ല പറയുന്നത്. അവരതിൻ്റെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾ പ്രകാരം അവർ വരച്ച് പാസ്സാക്കുകയെല്ലാം ചെയ്യും. പക്ഷെ ഇതുപോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സാഹചര്യം നിലവിലുള്ള കേരളത്തിലുള്ള സിസ്റ്റത്തിലില്ല. അപ്പം അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരു വീട് വെക്കാനായിട്ട് പോകാൻ. അതുപോലെ തന്നെ ഹാഷിമെ, നമ്മൾ സാധാരണ ഒരു ബിൽഡിംഗ് പെർമിറ്റ്, അതായത് നമ്മൾ വീടായിക്കോട്ടെ കമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയിക്കോട്ടെ എല്ലാത്തിനും ബിൽഡിംഗ് പെർമിറ്റ് ഇവിടെ ആവശ്യമുണ്ട്. ഈ ബിൽഡിംഗ് പെർമിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്? നമുക്ക് ഒരു ഉടമസ്ഥൻ എന്ന നിലയ്ക്ക് നമ്മൾ ഈ വരയ്ക്കാൻ ഏൽപ്പിക്കുന്ന ആൾക്ക് നമ്മൾ കുറച്ച് സ്ഥല സംബന്ധമായ കുറച്ച് വിവരങ്ങളും അതിൻ്റെ ഡോക്യുമെൻറ്റ്സും കൊടുക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും സബ്മിറ്റ് ചെയ്താലാണ് നമുക്ക് പ്രോസസ്സിലേക്ക് പോകുള്ളൂ. അതിൽ പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സ്ഥലത്തിൻ്റെ ആധാരമാണ്. പിന്നെ അതാത് വർഷത്തെ കരമടച്ച രസീത്, നമ്മൾ ഏത് ലോക്കൽ ബോഡിയിലാണോ കൊടുക്കുന്നത് ആ ലോക്കൽ ബോഡിയുടെ പേർക്ക് നമ്മൾ കൈവശ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കിയിരിക്കണം. ഈ 3 കാര്യങ്ങളാണ് ഒരു ലാൻഡ് ഓണർ ഇവർക്ക് കൊടുക്കേണ്ടത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓൺലൈനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച് അതിൻ്റെ പ്ലാനുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ ആരാണോ ലൈസൻസ്ഡ് പേഴ്സൺ അദ്ദേഹത്തിൻ്റെ ലൈസൻസ് ഉണ്ടായിരിക്കണം. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നോർമലി നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ കേരളത്തിൽ നിലവിൽ പഞ്ചായത്തുകളിൽ സങ്കേതം എന്നൊരു സോഫ്റ്റ്വെയർ വഴി ഓൺലൈൻ ചെയ്ത ശേഷം അത് ഹാർഡ് കോപ്പി പഞ്ചായത്ത് സബ്മിറ്റ് ചെയ്ത് അവരുടെ സൈറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് പെർമിറ്റ് കിട്ടുന്നത്. ഇപ്പോൾ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സ്ഥലങ്ങളിൽ ഇപ്പോൾ സ്മാർട്ട് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ വന്ന് അതിൽ പാസ്സാകുന്ന ഫയലുകളാണ് നമുക്ക് പെർമിറ്റായിട്ട് വരുന്നത്. അതിൽ ഇപ്പോൾ ലോ റിസ്ക് കാറ്റഗറി എന്ന് പറഞ്ഞാൽ 300 സ്ക്വയർ മീറ്റർ താഴെയുള്ള ബിൽഡിങ്ങുകളൊക്കെ ആണെങ്കിൽ സെൽഫ് സർട്ടിഫിക്കേഷൻ വഴി, അതായത് ലൈസൻസ് തന്നെ സൈൻ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് പെർമിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഓൺലൈനിൽ വരച്ച് പാസ്സാവുന്ന ഫയലിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് തത്തുല്യമായ അധികാരത്തോടു കൂടി അതാത് ലൈസൻസുകൾക്ക് പെർമിറ്റ് കൊടുക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിൽ കേരളത്തിലുണ്ട്. അപ്പോൾ അത് അങ്ങനെ വരുന്ന പെർമിറ്റിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഈ ഡ്രോയിങ്സ് എല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നെക്സ്റ്റ് മൊമെൻറ്റിൽ തന്നെ അതിൻ്റെ ഫീസ് അടയ്ക്കാനും പെർമിറ്റിലേക്ക് പോകാനുള്ള ഇത് വരുന്നുണ്ട്. അത് സെൽഫ് സർട്ടിഫിക്കേഷൻ കാറ്റഗറിയാണ്. അത് കഴിഞ്ഞുള്ളതാണ് ജനറൽ പെർമിറ്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയാണ്. ജനറൽ പെർമിറ്റ് എന്ന് വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ കൊമേഴ്ഷ്യൽ വലിയ വലിയ ബിൽഡിങ്ങുകളാണെന്നുണ്ടെങ്കിലും ഓൺലൈനിൽ നമ്മൾ നിയമം അനുസരിച്ച് പാസ്സാകുന്ന ഫയൽ അപ്ലോഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ വരുന്ന ഡ്രോയിങ്ങുകളിൽ കൊടുക്കേണ്ട, നമ്മൾ അതിനകത്ത് അറ്റാച്ച് ചെയ്യേണ്ട ഈ 3-4 ഡോക്യുമെൻറ്റ്സ് ആണ് ഒരു സ്ഥലമുടമ എന്ന നിലയ്ക്ക് ഒരു വ്യക്തി ബിൽഡിംഗ് വരയ്ക്കുന്ന ലൈസൻസുകൾക്ക് നൽകേണ്ടത്. നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു പ്രവണതയുണ്ട്. അതായത് നമ്മൾ വീടിൻ്റെ പെർമിഷനൊക്കെ എടുത്ത ശേഷം വീട് പണിയൊക്കെ പൂർത്തീകരിച്ച് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു വർക്ക് ഏരിയ കൂട്ടിയെടുക്കുന്ന ഒരു പരിപാടി, അത് ചിലപ്പോൾ ട്രസ് വർക്കായിരിക്കും ചെയ്യേണ്ടാവുക, ചിലപ്പോൾ ഒരു കാർ പോർച്ച് കൂട്ടിയെടുക്കുന്ന പരിപാടി, അങ്ങനെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ് അങ്ങനെ ചെയ്യുന്നത്. ശരിക്കും അത് നിയമപരമായി നിലനിൽക്കുന്നതാണോ, അല്ലെങ്കിൽ നിയമപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എല്ലാ വ്യക്തികളും അത് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ അത് നിയമപ്രകാരം അനുവദനീയമല്ല. കാരണം നമ്മൾ ആ ബിൽഡിംഗ് ഒരു പ്ലോട്ടിൽ പണിയുന്ന ബിൽഡിങ്ങിനോട് ചേർന്ന് വരുന്ന ഭാഗങ്ങളാണ് വർക്ക് ഏരിയയും പോർച്ചും എല്ലാം. നമ്മൾ അതിന് പെർമിറ്റ് ഫീസ് അടച്ച് അതിന് അതിരുകളിൽ നിന്നുള്ള നിശ്ചിത അകലം പാലിച്ചിട്ട് ശേഷം മാത്രമാണ് ചെയ്യാവുള്ളൂ. നമ്മളിപ്പോൾ വർക്ക് ഏരിയയുടെ കേസ് മാത്രം എടുക്കാം. ഈ വർക്ക് ഏരിയ പലരും കൂട്ടിയെടുക്കുന്നത് അടുക്കളയുടെ ബാക്കിലോട്ടാണ് എടുക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ പലരും ചെയ്യുന്നത് അടുത്ത പ്ലോട്ടിനെ മതിലിനോട് ചേർത്താണ് വയ്ക്കുന്നത്. അങ്ങനെ നമുക്കൊരു നിർമ്മാണം ചെയ്യാൻ അനുവദിക്കുന്നതല്ല. കാരണം നമ്മളുടെ റൂളിൽ പറയുന്നുണ്ട് ഓരോ സൈഡിലും അതിന് നിശ്ചിത അകലം പാലിച്ചിട്ടാണ് കെട്ടിടം നിർമ്മിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. ആ പാലിക്കപ്പെടുന്ന അകലത്തിനകത്തേക്കാണ് ഈ വർക്ക് ഏരിയ പ്രൊജക്റ്റ് ചെയ്ത് വരിക. അങ്ങനെ വരുമ്പോൾ അത് വയലേഷനാണ്. ഈ വയലേഷൻ നമുക്ക് പൊളിച്ചു കളയുക എന്നുള്ളൊരു മാർഗത്തിലൂടെ മാത്രമാണ് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി മറ്റൊരു പ്രവണത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ഥലം കൂടുതലുള്ള സ്ഥലത്താണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് റെഗുലറൈസ് ചെയ്ത് നിലവിലുള്ള പെർമിറ്റ് ഫീസിൻ്റെ ഇരട്ടി ഫീസ് അടച്ച് അതിൻ്റെ ടാക്സും കോമ്പൗണ്ട് ചെയ്ത് അടയ്ക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു നിർമ്മാണം എന്ന് പറയുന്നത്, കാരണം നമ്മുടെ കൈവശത്തിരിക്കുന്ന ഭൂമിയാണെങ്കിൽ കൂടിയും അതിൽ നിർമ്മിക്കുന്ന ഏതൊരു നിർമ്മിതിക്കും പെർമിറ്റ് ആവശ്യമാണ്. അപ്പോൾ
ടെമ്പററി ആയിട്ടാണല്ലോ ഞാൻ ചെയ്യുന്നത് എന്നൊരു കൺസെപ്റ്റിലാണ് ഇതെല്ലാവരും ചെയ്യുന്നത്. ടെമ്പററി എന്ന് പറയുന്നത് നമ്മൾ ഈ ട്രസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ് റൂഫിങ്ങിന് പകരം സ്റ്റീൽ റൂഫ് അല്ലെങ്കിൽ സ്റ്റീൽ സ്ട്രക്ചർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതൊരിക്കലും ടെമ്പററി അല്ല, പെർമനൻറ്റ് സ്ട്രക്ചറാണ്. ഈ ടെമ്പററി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഓല മേയുകയോ ഒരു ചാർത്ത് താൽക്കാലികമായി കെട്ടിയെടുക്കുകയോ, അതായത് നമ്മൾ വിറക് പുരയ്ക്ക് പണ്ടത്തെ വീടുകൾക്കാണെങ്കിൽ വിറക് വയ്ക്കാൻ വേണ്ടിയിട്ട് 4 കാലൊക്കെ ഇട്ടൊരു ചാർത്ത് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു നിർമ്മാണം മാത്രമാണ് നമുക്ക് അനുവദിക്കുന്നുള്ളൂ. മറ്റുള്ളതെല്ലാം പെർമിറ്റ് എടുത്ത് പെർമിറ്റ് ഫീസ് അടച്ച് മാത്രം ചെയ്യേണ്ട ഒരു സംഗതിയാണ്. സാധാരണ രീതിയിൽ നമുക്ക് ഒരു അതിരൊക്കെ ചേർത്ത് നമുക്ക് പണിയാമല്ലോ വീടിൻ്റെ, അല്ലേ? അത് നമുക്കൊരു നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ഒരു അതിരൊക്കെ ചേർത്ത് പണിയാം. ഈ ഒരു അതിര് ചേർത്ത് നമ്മൾ പണിയാൻ നേരത്തെ, കാരണം പ്രത്യേകിച്ച് ഞാൻ ടൗണിലുള്ള ആൾക്കാർ കാര്യമുണ്ട്, കാരണം ടൗണിലുള്ള വീടുകൾ എന്നൊക്കെ പറയാം ഒന്ന് ചിലപ്പോൾ 2 സെൻറ്റോ 3 സെൻറ്റോ ഒക്കെ ഉണ്ടാവുള്ളവർക്ക്. അപ്പോൾ ഒരു അതിര് നമ്മൾ ചേർത്ത് ചെയ്യാൻ നേരത്തെ അതിൻ്റെ നിയമവശം എങ്ങനെയാണ്? ഒരു അതിര് ചേർത്ത് വെച്ച് തൊട്ടടുത്ത പ്ലോട്ടിലെ ആളുടെ അനുമതിയോട് കൂടി, അതായത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റോട് നമുക്ക് പണിയാൻ പറ്റും. പക്ഷെ അങ്ങനെ പണിയുന്ന കെട്ടിടങ്ങൾക്ക് അല്ലെങ്കിൽ ഭാഗത്തിന് അവിടെ ഓപ്പണിങ് കൊടുക്കാൻ നമുക്ക് റൈറ്റ് ഇല്ല. കാരണം ഇത് ഓപ്പൺ ചെയ്യുന്നത് ആ ആളുടെ പ്രോപ്പർട്ടിയിലേക്കായിരിക്കും, അവിടെ നമുക്ക് റൈറ്റ് ഇല്ല. അപ്പോൾ അങ്ങനെ ഓപ്പണിങ് കൊടുക്കാതെയാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആളുകൾ ചോദിക്കും ഈ വർക്ക് ഏരിയ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ ഈ വർക്ക് ഏരിയ ചെയ്യുമ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർക്ക് ഏരിയയുടെ എല്ലാവരും ചെയ്യുന്നത് നമ്മളുടെ ഒരു വിഷൻ കട്ടാവുന്ന ഹൈറ്റ് വരെ ഒരു മേസണറി വർക്ക് ചെയ്തിട്ട് അതിന് മുകളിലേക്ക് ഗ്രില്ലിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും അനുവദനീയമല്ല. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് തെറ്റായി മനസ്സിലാക്കിയിട്ടാണ് പലരും മറ്റുള്ള ആളുടെ പ്രോപ്പർട്ടിയോട് ചേർത്ത് ഷീറ്റ് മേഞ്ഞ് നമ്മൾ ഗ്രില്ലിട്ട് ഈ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത്. അത് ശരിക്കും തീർത്തും അനുവദനീയമല്ലാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഹാഷിം ചെയ്യുന്ന ഈ ലേസണിങ് ജോലികളുണ്ടല്ലോ, ഇത് ശരിക്കും ഒരു സാധാരണക്കാരന് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് എവിടെയാണ്? സാധാരണക്കാരന് ബെനിഫിറ്റ് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ചെന്ന് ഒരു ഓഫീസിൽ ചെന്ന് അപ്രൂവൽ കിട്ടാൻ വൈകുന്നു, അവർ പ്രോപ്പറായിട്ട് സർവീസ് തരുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു വശമുണ്ട്, ഗവൺമെൻറ് ഓഫീസിലെ കാര്യങ്ങൾക്ക് കാലതാമസം ഉണ്ടാകുന്നു എന്നുള്ളത് പൊതുവേ ഉള്ളൊരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട്. അതായത് നമ്മൾ കാലതാമസം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നിയമം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തി ആണോ നമ്മൾ ഈ അപേക്ഷ സമർപ്പിക്കുന്നത്. ഈ അപേക്ഷയിൽ നമ്മൾ കൂടെ ചേർക്കേണ്ട പല രേഖകളുണ്ടാവും. ഈ രേഖകളൊക്കെ വ്യക്തമായും കൃത്യമായിട്ടും നമ്മൾ ചെയ്യുന്നുണ്ടോ? അതുപോലെ നമ്മളൊരു പ്ലാൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്ലാനിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾ പ്രകാരം പറയുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടോ? ഇതെല്ലാം ഒന്ന് വെരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നമ്മൾ കൊടുത്ത രേഖയിലുള്ള കുറവ് മൂലമുണ്ടാകുന്ന ഒരു കാലതാമസം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാലും ആ അപേക്ഷയിന്മേലുള്ള രേഖകൾ പരിശോധിക്കുകയും ആ രേഖകൾക്ക് ആനുപാതികമായി അല്ലെങ്കിൽ ആ രേഖകൾ പരിശോധിച്ചതിന് ശേഷം മാത്രം അപേക്ഷ തയ്യാറാക്കുകയും പ്ലാൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂളുകളൊക്കെ വെരിഫൈ ചെയ്ത് അതെല്ലാം കംപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞ ഒരു കാലതാമസത്തിൻ്റെ ഒരു പാർട്ട് ഒഴിവാക്കാൻ പറ്റും. അതിനുശേഷം വരുന്ന ഗവൺമെൻറ് ഓഫീസിലെ ഡിലേസ് ഒരു ലിമിറ്റഡ് ആണ് അതിനുശേഷം. കാരണം അവർക്ക് ഒരു ഫയൽ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാനായിട്ട് ഒരു മിനിമം ടൈമേ ഉള്ളൂ. അതിനുള്ളിൽ അവരതിന് ഒരു തീരുമാനം ഉണ്ടാകണം. അതായത് യെസ് അല്ലെങ്കിൽ നോ എന്നവർ പറയാനായിട്ട് അവർക്ക് സാധിക്കണം. അപ്പം ആ പല സമയത്തും സംഭവിക്കുന്നത്, നമ്മൾ കൊടുത്ത രേഖകൾ പരിശോധിക്കുന്ന സമയത്ത് അതിൽ വരുന്ന മിസ്റ്റേക്ക് ചിലപ്പോൾ കാലതാമസത്തിലേക്കാകാം. അത് ഒഴിവാക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. അവിടെയാണ് ഞങ്ങളുടെ റോൾ ഒരു സാധാരണക്കാരന് വരുന്നത്. അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ തന്നെ അവർ ഉന്നയിക്കുന്ന പല ചോദ്യങ്ങളുണ്ട്. കാരണം അവർ തുറന്നു നോക്കുമ്പോൾ ഫസ്റ്റ് അവരുടെ കണ്ണിൽ പെടുന്ന ആ ഒരു ബേസ് വെച്ചിട്ടാണ് ബാക്കി പല ചോദ്യങ്ങളും വരുന്നത്. ആ ചോദ്യങ്ങൾക്ക് നമുക്ക് അതിന് വ്യക്തമായിട്ട് ആ സമയത്ത് തന്നെ മറുപടി പറയാൻ സാധിക്കുമെങ്കിലും നമുക്ക് ഈ പറഞ്ഞ കാലതാമസമുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ഞങ്ങളെപ്പോലുള്ള കൺസൾട്ടൻസിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യാം. അത് ഇതിനകത്ത് പ്രാഗൽഭ്യമുള്ളതും ഇതിനകത്ത് പ്രവൃത്തി പരിചയമുള്ളവരുമായിരിക്കണം ഈ കൺസൾട്ടൻറ്റ്. കാരണം എന്താണ് അവർ ചോദിക്കുന്നതെന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനുള്ള കഴിവും അതിന് കൊടുക്കാനുള്ള മറുപടിയും നമ്മുടെ കയ്യിലുണ്ടാവണം. അങ്ങനെ നമ്മൾ കഴിവുള്ള ഒരാളുടെ അടുത്ത് ഒരു വ്യക്തി അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത്
മുതൽക്കൂട്ടായിരിക്കും. അപ്പോൾ ഹാഷിമെ വളരെ സന്തോഷം, കാരണം വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞത്. കാരണം ഹാഷിം ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു സെയിം ഫീൽഡിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആധികാരികമായി പറയാൻ പറ്റുന്ന ഒരാളെ തന്നെ നമ്മൾ പിടിച്ചത്. അപ്പോൾ സന്തോഷം ഹാഷിമെ. യെസ്. അപ്പോൾ ഇന്ന് നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഹാഷിം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുക്കുക. KG ഫ്രാൻസിസ് സൈനിങ് ഓഫ് ഫ്രം ഹോം ടെക്.